നമസ്കാരം. ശബരിമല അയ്യപ്പ മോഷണ കേസ് അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘവും ഡിയും ഒക്കെ ആണെങ്കിലും അതിന് മേൽനോട്ടം വഹിക്കുന്നത് സാങ്കേതികമായി ഹൈക്കോടതിയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് അവിടെയൊക്കെ ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു കരസ്പർശമുണ്ടെന്നാണ്. കാരണം കലിയുഗ വരദനാണ് ഭഗവാൻ അയ്യപ്പൻ. അയ്യപ്പൻ്റെ കരസ്പർശത്തിലൂടെ മാത്രമേ ഈ അന്വേഷണത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് പോലും അത് സാധിക്കാൻ കഴിയാതെ പോകുന്നത്. ഇന്നലെ നമ്മൾ കേട്ട ഞെട്ടിക്കുന്നൊരു വാർത്ത മുരാരി ബാബു പുറത്തേക്ക് വന്നു എന്നതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. 14 പ്രതികളുണ്ടെങ്കിലും മിക്കവരും അറസ്റ്റിലായെങ്കിലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രതികളിൽ ഒരാളാണ് മുരാരി ബാബു. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവും രണ്ടുപേരും അന്തം കമ്മി കൂട്ടങ്ങളുടെ നേതാക്കളാണ്. അവരോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതിയാണ് NSS നേതാവ് പോലുമായിരുന്ന മുരാരി ബാബു. മുരാരി ബാബു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കമ്മിക്കൂട്ടങ്ങളുടെ പ്രതിനിധിയുമായിരുന്നു. ഈ 3 പേരിൽ ഒരുവനായ മുരാരി ബാബു ഇന്നലെ പുറത്തേക്ക് വരികയാണ്. നമ്മൾ കണ്ടു ഒരു ചെറു പുഞ്ചിരിയോടെ ബാഗൊക്കെ തൂക്കി ജയിലിൽ, തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും മുരാരി ബാബു പുറത്തേക്ക് പോകുന്നത്. ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഈ കേസന്വേഷണം അട്ടിമറിക്കാൻ ആർക്കൊക്കെയോ താല്പര്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അറിയാത്തതുകൊണ്ടാണോ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനകം ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം കിട്ടുമെന്ന കാര്യം? 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം സ്വാഭാവികമായും അർഹതയുണ്ട്. ഒരിടത്തും പോവേണ്ടതില്ല. ഓർക്കണം, ഈ പ്രതികളെല്ലാം താഴത്തെ കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ പോയി തോറ്റവരാണ്. അവർക്ക് ജാമ്യം കൊടുക്കാൻ ഇനി ഒരു കോടതിക്കും പറയാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി പോലും അവരുടെ ജാമ്യാപേക്ഷ തള്ളി. അവർക്ക് ശിഷ്ടകാലം ജയിലിൽ കഴിയേണ്ടവരാണ്. എന്നിട്ടാണ് കൃത്യം 90ാമത്തെ ദിവസം മുരാരി ബാബു കൈയും വീശി പുറത്തേക്ക് വന്നത്. അത് ഈ അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അന്വേഷണ സംഘത്തോട് വിവരം അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് അന്വേഷണം പൂർത്തിയായിട്ടില്ല, എങ്കിൽ പിന്നെ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇടക്കാല റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പിന്നീട് വ്യത്യസ്തമായാൽ അത് കേസിൻ്റെ മെറിറ്റിനെ ബാധിക്കും. വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ ന്യായീകരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് റിക്കവറി നടന്നിട്ടില്ല എന്നതാണ്. എന്താണ് റിക്കവറി? മോഷണം മുതൽ കണ്ടെത്തിയിട്ടില്ല. ഒരു മോഷണ കേസ് തെളിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിക്കവറിയാണ്, മോഷണം മുതലാണ്. ആ മോഷണം മുതൽ കണ്ടെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി മോഷ്ടിക്കപ്പെട്ട മുതൽ തന്നെയാണ് അതെ എന്ന് ഉറപ്പാക്കാതെ ഇവരാണത് മോഷ്ടിച്ചതെന്ന് എങ്ങനെ വ്യക്തമാവും? വാസ്തവത്തിൽ ഈ കേസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യവും അത് തന്നെയാണ്. റിക്കവറി നടന്നിട്ടില്ല. അതുകൊണ്ട് അന്വേഷണ സംഘം ആദ്യം ഒരു തട്ടിപ്പിന് ശ്രമിച്ചു. ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലെ ജുവലറിയിൽ പോയി കുറേ സ്വർണം ഇങ്ങെടുത്തുകൊണ്ട് വന്നു. ആദ്യം മോഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്ന അത്രയും എടുത്തു, പിന്നീട് കുറച്ചുകൂടി എടുത്തു. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് കരുതി. അത് നിലനിൽക്കില്ല. അതിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ കുറ്റപത്രം കൊടുക്കാതിരുന്ന് മുരാരി ബാബു പുറത്തേക്ക് വന്നു. ഇത് അപകടകരമായൊരു പ്രവണതയാണ്. അങ്ങനെയെങ്കിൽ ഇനി അടുത്തതായി പുറത്തേക്ക് വരാൻ പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു 3 പ്രതികൾ എന്ന് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വിട്ടുപോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി പുറത്തേക്ക് വരാം. ഈ തട്ടിപ്പിൻ്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ CEO ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസിലെ CEO ശിവശങ്കർ ആയിരുന്നതുപോലെ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ CEO ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽ ചുമത്തിയ ധാരപാലക കേസിൽ അറസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. 90 ദിവസം കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വരാം. എന്നാൽ രണ്ടാമത്തെ കേസിൽ 90 ദിവസം ആകുന്നതേ ഉള്ളൂ. ഈ മാസം 31-നാണ് 90 ദിവസമാകുന്ന 1-ാം തീയതി കയ്യും വീശി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്ത് വരാം. ഇന്ന് 24-ആയി. ഇനി ഒരാഴ്ചക്കകം, അതായത് 7 ദിവസത്തിനകം കുറ്റപത്രം, ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്ത് വരും. തൊട്ടു പിന്നാലെ പത്മകുമാർ മുതൽ സകല കള്ളന്മാരും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? പാടില്ല. വളരെ കൃത്യമായി ഒരു കാര്യം പറയാം, ഭഗവാന്റെ ഇടപെടലുണ്ടാവും. മുരാരി ബാബുവിന് പോലും തിരിച്ച് ജയിലിലേക്ക് പോവേണ്ടി വരും. എന്തെങ്കിലും ഒരു തെളിവിൻ്റെ പുറത്ത് പറഞ്ഞതല്ല. ഈ കേസിൽ ഭഗവാനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ദുഷ്ടന്മാർ ജയിലിൽ കിടക്കുക തന്നെ വേണം. മറ്റ് കേസുകൾ പോലല്ല, വൈറ്റ് കോളർ ക്രൈമാണിത്. അതായത് വെള്ള ഉടുപ്പിട്ട് ഭക്തരാണെന്ന് നടിച്ച് സന്നിധാനത്ത് കയറി നമ്മൾ 41 ദിവസം വ്രതമെടുത്ത് പോലീസിൻ്റെ പീഡനം മുഴുവൻ അനുഭവിച്ച് മണിക്കൂറുകളോളം ക്യൂ നിന്ന് കുളിക്കാനും നനയ്ക്കാനും കഴിയാതെ ഭക്ഷണം കഴിക്കാനാവാതെ വിയർത്തൊലിച്ച് നമ്മൾ കാത്തു നിന്ന, ഭാഗ്യമുണ്ടെങ്കിൽ 1-2 ദിവസം കാത്തു നിന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഭഗവാനെ ഒന്ന് നേരിട്ട് കാണാം. അപ്പോഴേക്കും തള്ളിവിടും. നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളെ തള്ളിവിടുന്നതും വേദനിപ്പിക്കും നമ്മൾ അറിയുന്നില്ല. കാരണം ഭഗവാനെ കണ്ട് നിർവൃതി നിൽക്കുമ്പോൾ
നമ്മൾ തള്ളിവിടപ്പെടുകയാണ്. ഇവിടെയാണ് ഇവന്മാർ അവിടെ കൂട്ടുകൂടി ശ്രീകോവിലിന് ചുറ്റും വട്ടം വെച്ച് അതിൽ സ്വർണം വരെ അടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്തൊരു ദുഷ്ടന്മാരാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇവന്മാരെ പൂട്ടാൻ കലിയുഗ വരദൻ തന്നെ ഇടപെടുമെന്ന്. മുരാരി ബാബു പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും അത് വിവാദമായി. മുരാരി ബാബുവിനെ വൈകാതെ ഇ ഡി പോയി പൊക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇ ഡിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇ ഡി കേസെടുത്തിട്ടുണ്ട്. ഇ ഡി ഒരുപക്ഷെ ആദ്യം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ കേസിൻ്റെ ഒരു ക്രോണോളജി ഉണ്ട്. പക്ഷേ അവൻ പുറത്തെങ്ങനെ വിലസിയാൽ കേസ് അട്ടിമറിക്കപ്പെടാം. കാരണം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു മുരാരി ബാബു. സമുദായ നേതാക്കളുടെ പിന്തുണ പോലും ബാബുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇ ഡി ഇന്നോ നാളെയോ ഒന്ന് പൊക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭക്തജനരോഷം ശക്തമാകും എന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം ഇനിയുള്ളവന്മാർ പുറത്തേക്ക് വരാതിരിക്കാൻ മറ്റൊരു കേസെങ്കിലും ചാർജ് ചെയ്യാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടംപോലെ മോഷണം നടന്നിട്ടുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ഇപ്പോൾ ആകപ്പാടെ 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. കട്ടിളപ്പടി മോഷണവും ദ്വാരപാലക ശില്പമോഷണവും. ശ്രീകോവിലിൽ എന്തൊക്കെ ബാക്കിയുണ്ട്, മേൽക്കൂരിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ കേസുകൾ എടുക്കാൻ വകുപ്പുണ്ട്. ഒന്നിന് പിറകെ ഒന്നായി പുതിയ പുതിയ കേസുകളെടുത്ത് ജയിലിൽ അടയ്ക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. വാർത്ത എഴുതിയതിൻ്റെ പേരിൽ എന്നെ പൂട്ടാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചവരാ. ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ എടുക്കുക, എന്നിട്ട് ഞാൻ ജയിലിലാവട്ടെ എന്ന് പ്രതീക്ഷിച്ചവരാ. പക്ഷേ ഈ അയ്യപ്പ കള്ളന്മാരെ പിടിക്കാൻ അവർക്ക് അത്തരമൊരു വാശിയില്ല. പക്ഷെ ആ വാശിയിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വരും. കാരണം ഭഗവാൻ അതിനെ അനുവദിക്കൂ. കാരണം ഇതൊരു പാഠമാണ്. ഭക്തി ലവലേശമില്ലാത്ത വൃത്തികെട്ടവന്മാർ ശബരിമലയിൽ കയറി കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ അവസാനിപ്പിക്കാനുള്ള ഒരു വിപ്ലവമാണ്. ആ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവർ കേസെടുക്കുമെന്നും ഇവന്മാരെ പുറത്തേക്ക് വിടില്ല എന്ന് വിശ്വസിക്കുന്ന കൂടെയാണ് ഞാൻ. മുരാരി ബാബുവിനെ ഇ ഡി തട്ടിക്കൊണ്ടു പോയിക്കോളും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സംഭവിക്കുന്ന ദിവസം കാത്തിരിക്കും. ഇതിലൊന്നും ഇവർക്ക് സമയമില്ല. ഇവർ പോയത് എന്തിനാണ്? കൊടിമരത്തിന്റെ പുറകെ പോയത്. കൊടിമരത്തിന്റെ മുകളിലിരുന്ന വാദിവാഹനം തന്ത്രിക്ക് കൊടുത്തപ്പോൾ കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഭരിച്ചിരുന്നത്. അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനുമായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങൾ. വേറൊരു രാഘവനുണ്ടായിരുന്നു CPM കാരൻ. അവരത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് വിവാദം മാറ്റാൻ അതിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചട്ടലംഘനമാണ് നടത്തിയതെങ്കിലും അവിടുത്തെ ഒരു കീഴ്വഴക്കം അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അത് CPM മെമ്പർ അടക്കമുള്ളവർ ചെയ്തു കൂട്ടിയതാണ്. അതിൻ്റെ പിറകെ SIT പോയ സമയത്ത് ഈ കള്ളന്മാർ പുറത്തിറങ്ങാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ലേ? SIT നന്നായി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് ചില താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഭഗവാൻ വിടില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം KP ശങ്കർദാസിന്റെ അവസ്ഥയാണ്. കേരള പോലീസിലെ ഉന്നതനായ ഒരു DIGയുടെ പിതാവാണ് ശങ്കർദാസ്. മാത്രമല്ല ഈ DIGയുടെ മാതുലൻ ശതകോടികൾ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അത്തരം അധികാരവും സമ്പത്തും ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് ശങ്കർദാസിനെ രക്ഷിക്കാൻ SIT പോലും കൂട്ടുനിന്നു. അതുകൊണ്ടാണ് ശങ്കർദാസിന് പ്രായാധിക്യമുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പോലീസ് ശങ്കർദാസിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ശങ്കർദാസ് ധൈര്യപൂർവ്വം പോയത് തൻ്റെ മകൻ പോലീസിലുള്ളിടത്തോളം കാലം ഒരു കുഴപ്പമില്ല എന്ന് കരുതിയാണ്. പിന്നീട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് ശങ്കർദാസ് പക്ഷാഘാതം ബാധിച്ചു എന്ന് പറഞ്ഞ് കോമയിലാണ് എന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലെ വ്യാജ ICUയിലേക്ക് മാറുന്നത്. പക്ഷെ അവിടെ വന്ന വിചാരണ കോടതി ജഡ്ജി പറഞ്ഞു, ഇത് ശരിയല്ല, ഈ രേഖകൾ വ്യക്തമല്ല, ഉടനടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റൂ. ഉറക്കണം, മെഡിക്കൽ ബോർഡൊക്കെ ഉണ്ടാക്കി കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റി. അവിടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. എന്നിട്ട് എന്ത് സംഭവിച്ചു? മെഡിക്കൽ ബോർഡ് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ഹൈക്കോടതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ശങ്കർദാസ് എവിടെയാണ്? ഒടുവിൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കൊടുത്തു, ഗുരുതരമല്ല, പക്ഷാഘാതമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാനസിക സമ്മർദ്ദമുണ്ട്, പ്രായാധിക്യത്തിന്റെ പ്രശ്നമുണ്ട്, പക്ഷേ ആശുപത്രിയിൽ ചികിത്സിക്കേണ്ട സാഹചര്യമില്ല. ഇന്നലെ ഈ മാന്യനെ പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെയും ചികിത്സാ സൗകര്യമുണ്ട്, ആശുപത്രിയിൽ ചികിത്സാ സൗകര്യമുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. നോക്കൂ ഭഗവാന്റെ ഇടപെടൽ എത്ര കൃത്യമാണെന്ന്. ഉന്നതമായ സ്വാധീനം കൊണ്ട് ജയിലിലാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. റിമാൻഡ് ചെയ്തിട്ടും ജയിലിലായില്ല. പക്ഷെ ഭഗവാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ജയിലിലിട്ടു. മറ്റുള്ളവരെക്കാൾ ഭേദമാണ്. രോഗമായതുകൊണ്ടും പ്രായമായതുകൊണ്ടും അദ്ദേഹത്തിന് ആശുപത്രി സെല്ലിൽ കട്ടിൽ കിടക്കാം. നമ്മുടെ പത്മകുമാറും വാസുവും ഒക്കെ കിടക്കുന്നത് നിലത്ത് പാവിരിച്ചാണ്. തലയണ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്തരമൊരവസ്ഥ അദ്ദേഹത്തിനില്ല. എങ്കിൽ പോലും ജയിലിലായി. അതെ, കേരള പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥന് പിതാവ് ശബരിമലയിൽ അയ്യപ്പനെ മോഷ്ടിച്ച കേസിൽ ജയിലിലായി. അദ്ദേഹം കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പക്ഷേ കുറ്റകൃത്യം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, ഉത്തരവാദിത്വം നിറവേറ്റണം. മോഷ്ടിച്ചവർക്ക് മോഷ്ടിക്കാൻ അവസരം കൊടുക്കുന്ന തരത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അത് വീഴ്ച തന്നെയാണ്. അനുഭവിച്ച മതിയാവും. ഇതൊരു സാധാരണ മോഷണമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കലിയുഗ വരദൻ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ ആര് വിചാരിച്ചാലും ജയിക്കാൻ കഴിയില്ല. മുരാരി ബാബുവിനെ
ഇ ഡി പൊക്കിക്കൊണ്ടുപോകുന്ന വാസുവും പത്മകുമാറും അടക്കമുള്ള പ്രതികളുടെ മേൽ പുതിയ കേസ് ചുമത്തി ജയിൽവാസം നീളുന്ന ദിവസങ്ങൾ അറിയാൻ, വാർത്ത അറിയാൻ കാത്തിരിക്കുകയാണ്.